കേരള രാഷ്ട്രീയത്തിലെ പകരം വെക്കാനില്ലാത്ത സ്ത്രീ സാന്നിധ്യമായ കെ.ആർ. ഗൌരിയമ്മ ഇക്കുറി അംഗത്തിനില്ലെന്നാണ് തീരുമാനം. എന്നാൽ പ്രായം തുടർത്താത്ത വീര്യവുമായി പാർട്ടിക്കായി ഗോദയിലുണ്ടാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഭരണത്തിലെത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഗൌരിയമ്മ. ജെ.എസ്.എസ് ഇക്കുറി LDFന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ ആവശ്യം 5 സീറ്റാണ്. ആ പട്ടികയിൽ ഗൌരിയമ്മയുടെ തട്ടകമായ അരൂരും ഉൾപ്പെട്ടപ്പോൾ മത്സരരംഗത്ത് ഗൌരിയമ്മയുടെ സാന്നിധ്യം പലരും പ്രതീക്ഷിച്ചിരുന്നു. നിലപാടുകൾ കടുപ്പിച്ചും ആരെയും കൂസാതെയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഗൌരിയമ്മ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി. മത്സരിക്കുന്നില്ല. ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പണ്ടത്തെ വിധത്തിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു മന്ത്രിയായി അവിടെ പോയിരുന്നാൽ ഉള്ള തെറ്റും ബാക്കിയുള്ളതൊക്കെ ചെയ്ത് ചിലപ്പോൾ ദേഷ്യവും വന്ന് ബാക്കിയുള്ളതാണ് പണ്ടുണ്ടായ ഏറ്റവും നല്ല നിയമസഭാ സഹജമാജയെന്ന് പറഞ്ഞ് എനിക്ക് പേരും അവാർഡും കിട്ടിയ ആളാണ്. അതൊക്കെ പോവില്ല. പ്രായം 96 കടന്ന ഈ പെൺകരുത്ത് പാർട്ടിയെ അധികാരത്തിന്റെ ഭാഗമാക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിന്റെ ഭാവി പ്രവചനത്തിലും ഒരു രാഷ്ട്രീയക്കാരിയുടെ കൗശലം ഗൌരിയമ്മ കൈവിടുന്നില്ല. പിന്നെ ഞാൻ സാധാരണ കബഡി വെക്കാറുമില്ല. ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇടതിനൊപ്പം നിന്ന് 9 തവണ മത്സരിച്ചപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ പരാജയമൊഴിച്ചാൽ 8 മത്സരത്തിലും വിജയം വരിച്ചു. 1994-ൽ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട് സ്വന്തമായി JSS രൂപീകരിച്ച് UDF-നൊപ്പം നിന്ന് 4 തവണ മത്സരിച്ചു. ഇതിൽ വിജയം 2 തവണ മാത്രം. ഈ പരാജയങ്ങളെ ചൊല്ലിയായിരുന്നു UDF-മായി പ്രധാന കലഹവും. മൊത്തം 10 തവണ നിയമസഭാംഗമായപ്പോൾ 6 മന്ത്രിസഭകളിൽ അംഗമായി. ഗൌരിയമ്മയുടെ ഈ അനുഭവ പാരമ്പര്യം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാകും 2016-ലേത്. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.